ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സർ? നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ പൗച്ചിന് നമ്മൾ 1000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ആൾക്കാർ ഒരു ക്യാൻസർ കെയർ പോളിസി എടുത്തിട്ടുണ്ടാവും? ക്യാൻസർ കെയർ പോളിസിയുടെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രീമിയം എന്ന് പറയുന്ന 1000 രൂപ മുതൽ 2000 രൂപ വരെ മാത്രമേ വരുന്നുള്ളൂ. 10 lakhs ഇൻഷുറൻസ് കവറേജ് വേണ്ടി വരികയാണ്. 91 days പ്രായമുള്ള കുട്ടികൾ തൊട്ട് 65 വരെ ഏജുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ പറ്റും. ഒരാൾക്കും അയാളുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാർ അവർ ഏണിംഗ് പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കസ്റ്റമർക്ക് ഒരു പോളിസിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒരു ഫോണിലെ ഒരു ക്ലിക്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോളിസി കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോർ ദാൻ 50 ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളെക്കുറിച്ച് നമ്മളുടെ അഡ്വൈസേഴ്സ് സർട്ടിഫൈ ചെയ്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ പ്രസ്ഥാനം വഴി ഒരു 10,000-ഓളം ഏജൻറ്റുമാർക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബിസിനസ് ടോക്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ന്യൂസിലായിക്കോട്ടെ, നമ്മൾ ഒരുപാടധികം കാണുന്നതാണ് വയ്യാത്ത ആൾക്കാർക്ക് സഹായം, അല്ലെങ്കിൽ ക്രിട്ടിക്കലായി കിടക്കുന്നു, ധനസഹായം വേണം എന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈഫിൽ തോന്നുന്നത് നമുക്കും അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ ആർക്കും അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. ചില സമയം നമുക്ക് തോന്നും നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് കുറച്ച് കവറപ്പ് ചെയ്യായിരുന്നു. ഇൻഷുറൻസിൻ്റെ അവിടെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്നൊരു വേർഡ് നമ്മൾ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അറിയുന്നതും അല്ലേ? യെസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു ഗസ്റ്റ് അങ്ങനൊരു ഗസ്റ്റാണ്. ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ അറിയാനും എന്താണ് ഇൻഷുറൻസ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, എൻ്റെ എല്ലാ സംശയങ്ങളും ക്ലാരിഫൈ ചെയ്യുന്ന കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ CEO ആയ ജയേഷ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ഷോ. നമസ്കാരം. നമസ്കാരം. പല ഇൻഷുറൻസ് കമ്പനീസ് കേരളത്തിന് പുറത്തുനിന്നാണ് വന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി കേരളത്തിൽ നിന്ന് എൻവലപ്പ് ചെയ്ത് വരുന്നത്. സോ എന്താണ് നമുക്ക് ഇങ്ങനൊരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 999 ആണ്. അതായത് 999. ഇന്ത്യയിൽ 999 ഇൻഷുറൻസ് ബ്രോക്കേഴ്സാണ്, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ ആയിരിക്കുന്നത്. അതിൽ കേരളത്തിൽ മാത്രമുള്ളത് നിയർലി 17-18 ഇൻഷുറൻസ് ബ്രോക്കേഴ്സാണ്. കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനസംഖ്യയാണ്. 3.5 കോടി വരുന്ന ജനസംഖ്യയ്ക്ക് 17 ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ഈ 17 ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൽ തന്നെ അറൗണ്ട് ഒരു 10-11 ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് അവരുടെ ഇൻഹൗസ്, അവരുടെ സ്വന്തം ബ്രാഞ്ചുകൾ വഴി അല്ലെങ്കിൽ അവരുടെ സ്വന്തം ചാനൽ വഴി മാത്രമാണ് ഇൻഷുറൻസ് പോളിസികൾ സെല്ല് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്പണായിട്ട്, അതായത് എല്ലാ ജനങ്ങൾക്കും ആക്സസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ലോഞ്ച് നമ്മൾ കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള, അതായത് കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ വൈറ്റ്ലയിൽ ഹെഡ് ഓഫീസ് വരുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു സംശയം ചോദിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി സാർ പറഞ്ഞല്ലോ നമുക്ക് 16-17 ബ്രോക്കേഴ്സ് ഓൾറെഡി ഉണ്ട്. അതിൽ ഒരു കോമ്പറ്റീറ്റർ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്, കെയർ ഭാരത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായിരുന്നു നമുക്കൊരു കീ പോയിന്റ് കാണുമല്ലോ, നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു സ്റ്റെപ്പ് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു ഫാക്ടർ കാണുമല്ലോ, അതെന്താണ് നമുക്ക് ഉണ്ടാകുക? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് കിട്ടണമെങ്കിൽ ഇതിനു മുമ്പ് വരെ ഇൻഷുറൻസ് സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത് കേരളത്തിലുള്ള ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ആയിരുന്നില്ല. ആ കൂടുതൽ നോർത്ത് ഇന്ത്യ ബേസ്ഡുള്ള ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും അതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഓൺലൈൻ സൈറ്റുകളായിരുന്നു. ഈ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും നമ്മൾ പോളിസി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നു, ആ പോളിസി നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പ്രീമിയം അടയ്ക്കുന്നു. പോളിസി ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ, ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിന് അതിൻ്റെ ക്ലെയിമിന് വേണ്ടി ബന്ധപ്പെടേണ്ടത് എപ്പോഴും ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ കമ്പനികളുടെ ഹെഡ് ഓഫീസുകളിലായിരുന്നു. അതിന് വളരെയധികം ക്ലെയിമിൻ്റെ ഡിലേ അല്ലെങ്കിൽ കസ്റ്റമർക്ക് റൈറ്റായിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന, റൈറ്റുള്ള അഡ്വൈസ് കിട്ടുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻസ്? അതായത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ഡെയിലി ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇൻഷുറൻസ് മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കേരള ബേസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. അതാണ് നമ്മുടെ കോൺസെപ്റ്റിലേക്ക് വരാൻ കാരണം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അതിൽ കുറച്ചും കൂടി ഈസി, നമ്മുടെ ക്ലയൻറ്റുമായിട്ട് കുറച്ചും കൂടി ഈസി കമ്മ്യൂണിക്കേഷൻ എന്നല്ല, ഒരു ഇൻഷുറൻസ് ബ്രോക്കർ എന്ന് പറയുന്നത്
ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് സൊല്യൂഷൻസ് കസ്റ്റമർ കൊടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ട്രാൻസ്പെറൻസി, റൈറ്റായിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമറിന് കിട്ടുന്നതെന്ന് കസ്റ്റമർ ഉറപ്പ് വരുത്തണം. നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇൻഷുറൻസിനെ കുറിച്ച് അവയർനെസ് കസ്റ്റമേഴ്സിന് വളരെ കുറവാണ്. പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു കാര്യം അവരുടെ പോളിസി എടുക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ മതിയാവും, അതിനുള്ള കവറേജ് കിട്ടും. പക്ഷെ നമുക്ക് അതിനുള്ള അവയർനെസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ചിലപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കുറിച്ച് അവർ അതിൻ്റെ പ്രപ്പോസൽ എടുക്കുന്ന സമയത്ത് പറയാറില്ല. ഒരു ക്ലെയിം നാളെ ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ ആ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നു. ഇത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ ഡേ ടു ഡേ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമേഴ്സിന് കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ഇൻഷുറൻസ് ബ്രോക്കിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റമറിനെ ഇൻഷുറൻസ് അവയർനെസ് ആക്കുക, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ഏറ്റവും ലോവസ്റ്റ് പ്രീമിയത്തിൽ കസ്റ്റമറിന് എത്തിക്കുക. ഇതാണ് നമ്മളുടെ എയിം ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യമേ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നതാണ് ഇൻഷുറൻസ് എന്നത്. നമുക്കൊരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇൻഷുറൻസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഇൻഷുറൻസ് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെ കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ഇതിനെ എത്രത്തോളം സഹായിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്? ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈപ്പായ ഒരു സ്ഥാപനമാണ്. അതായത് മോർ ദാൻ 50 ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരുമായിട്ടും ടൈപ്പായുള്ള പ്രൊവിഷനാണ്. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇന്ത്യയിലുള്ള ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഡക്റ്റ് വേണമെങ്കിലും ഇൻഷുറൻസ് ബ്രോക്കർ ത്രൂ എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇൻഷുറൻസ് ബ്രോക്കർ ത്രൂ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ മലയാളികളുടെ മാത്രമാണ് കെയർ ഭാരത് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഇൻഷുറൻസിന് നോക്കുമ്പോൾ അത് നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ടാണ് നമ്മൾ പലതും കേട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് അല്ലേ? ആ ബ്രോക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണുള്ളത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ചെയ്യാൻ വേണ്ടി ആകെ നമ്മളുടെ കയ്യിലുള്ള ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 17 എണ്ണം മാത്രമാണ്. ഈ 17 ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൽ നിയർലി 10ഓളം ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് അവരുടെ സ്വന്തം ചാനൽ വഴി മാത്രമുള്ള ഇൻഷുറൻസ് ചെയ്യുന്നുള്ളൂ. ഓപ്പൺ മാർക്കറ്റിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആസ് ഓൺ ഡേറ്റിൽ, അതായത് നമ്മൾ തുടങ്ങുന്നത് വരെ ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് കേരളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് യഥാർത്ഥ സത്യം. അതായത് കോവിഡിന് ശേഷം വരുന്ന ആ ഒരു കാലത്ത് ജനങ്ങൾ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെയധികം കോൺഷ്യസ് ആയിട്ടാണ് വന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് വരുന്ന ഈ കോൺഷ്യസ് അവർക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ ഒരിക്കലും ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിട്ട് കൺവേർഷൻ നടക്കുന്നില്ലായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള അവയർനെസ് വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്കും ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഒരു ബ്രോക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസും അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കൊടുക്കുന്ന അഡ്വൈസ് അവർക്ക് ഏറ്റവും, അതായത് ഇൻഷുറൻസ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 50ഓളം വരുന്ന ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് എല്ലാം ടൈപ്പായിട്ടുള്ള ഒരു കമ്പനി എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ബ്രാഞ്ചുകൾ വഴി എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് നമ്മൾ ഡിഫറൻ്റായ പ്ലാനുകളുടെ ഫീച്ചേഴ്സ് കസ്റ്റമറിന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് പ്രകാരം കസ്റ്റമർക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് പോളിസികൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രീമിയത്തിൽ കസ്റ്റമർക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ഇൻഷുറൻസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ COVID-19 സമയത്ത് പോലും നമ്മൾ അതിനുശേഷം ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളുടെ ഇടയ്ക്കും കുറച്ച് പേരെ ഇൻഷുറൻസ് എടുക്കുന്നുള്ളൂ. 1/4 ആൾക്കാരും എടുക്കുന്നില്ല. സോ അങ്ങനെ ഇൻഷുറൻസ് എടുക്കാതെ ഈ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഈ ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എന്താ സാറിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതിനുവേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രോക്കറുടെ പ്രധാനമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് സെയിൽസ് പേഴ്സൺ എന്നാണ്. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിന് ശേഷം ഇത് ഏതാണ്ട് 4 മാസത്തോളം നമ്മളായിട്ടുള്ളൂ. ഈ 4 മാസം കൊണ്ട് നമ്മൾ 4000ഓളം ഏജൻറ്റുമാരെ, അതായത് പോയിൻ്റ് ഓഫ് സെയിൽ പേഴ്സണെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മളുടെ ഈ ഏജൻറ്റുമാരുടെ സർവീസ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമ്മൾ പല റീറ്റെയിൽ നെറ്റ്വർക്കുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ മിത്രം, കോമൺ സർവീസ് സെൻറ്റർ, അങ്ങനെയുള്ള പല സർവീസ്, അത് ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്ന പല കസ്റ്റമർ കെയർ സെൻറ്ററുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ POSPകളാണ്.
ഈ POSP വഴി നമ്മൾ അവർക്ക് വ്യക്തമായ രീതിയിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് ട്രെയിനിങ്ങുകൾ, ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ലെവലിലാണ് നമ്മൾ ഇവരെല്ലാം ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏജൻറ്റുമാർ ഏത് നിമിഷവും കസ്റ്റമർക്ക് ഒരു ആവശ്യമുണ്ടായെങ്കിൽ, ഒരു പോളിസിയുടെ സെയിൽസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പോളിസിക്ക് ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാനും അവിടുന്ന് അവർക്കുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന രീതിയിലുമാണ് നമ്മളിത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മളുടെ സിസ്റ്റം ഫുള്ളായി ഓട്ടോമേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും കസ്റ്റമറുടെ മൊബൈൽ ഫോണിൽ, ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അവരുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. അതിൽ കയറി ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലെയിമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വിതിൻ 24 hours തന്നെ അവർക്ക് അതിനുള്ള റെസൊല്യൂഷൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രോക്കർ ഇൻഷുറൻസ് കമ്പനിയായിട്ട് കണക്ട് ചെയ്ത് റെസൊല്യൂഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സർ? ഇൻഷുറൻസ് സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പോളിസിയാണ്. ഇൻഷുറൻസ് ഒരിക്കലും ഒരു പോളിസിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതൊരു ജീവിതത്തിൻ്റെ സുരക്ഷയാണ്. നമ്മളുടെ ജീവിതം പീസ് ഓഫ് മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ കഴിഞ്ഞൊരു 5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇൻഷുറൻസ് വളരെ അധികം, അതായത് ഇപ്പം IRDയുടെ കണക്ക് വെച്ച് 1/4 താഴെയാണ് ഇപ്പോഴും ഇൻഷുർഡ് ആയിട്ടുള്ളത്. അപ്പം ഇതിനെ എങ്ങനെ 2040 കൂടി ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസ് എത്തിക്കുക എന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ നയത്തെ തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. എല്ലാ ജനങ്ങൾക്കും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നമ്മൾക്ക് കൊടുക്കുവാനും അതിനുള്ള സർവീസ് കൊടുക്കുവാനും സാധിക്കുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ അതാണ് നമ്മുടെ എയിം അല്ലേ? അത് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലും കുറവാണ്, പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഏത് കൺട്രി എടുത്താലും അവിടെ ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസ് വേണമെന്ന് പറയും. നമ്മുടെ ഇവിടെ അവയർനെസ് കിട്ടാത്തതാണോ, അതോ അവർക്ക് ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഇത്രയും മടി പിടിക്കുന്നത് മനുഷ്യർ? നമ്മളിവിടെ മടി പിടിക്കുക എന്നുള്ളതല്ല, നമ്മളിപ്പം നമ്മൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. നമ്മളൊരു 2 വീലർ അല്ലെ 4 വീലറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ വാലിഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പോലീസിൻ്റെ ചെക്കിംഗ് ആണ്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ചെക്കിങ് ഉണ്ടാവില്ല. ലൈഫ് ഇൻഷുറൻസ് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രോബ്ലംസും ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസിൻ്റെ അവയർനെസ് ജനങ്ങൾക്ക് കുറവാണെന്നുള്ളതാണ്. ഒരു ഇൻഷുറൻസ് ബ്രോക്കർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇതാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് ഒരാൾ ഇൻഷുറൻസ് എടുക്കുന്ന എപ്പോഴും അയാൾക്കൊട്ടും ആവശ്യമില്ലാത്ത സമയത്താണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് യാതൊരു അസുഖം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. നാളെ എനിക്ക് എന്തെങ്കിലും ക്രോണിക് ഒരു ഡിസീസ് ഉണ്ടായി, ആ സമയത്ത് ഞാൻ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടി ചെന്നാൽ ഇൻഷുറൻസ് കമ്പനി തരില്ല. അതായത് നമ്മൾ ഓരോ ആൾക്കാർക്കും അവർക്കൊട്ടും ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതാണ് ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഇൻഷുറൻസ് എനിക്കിപ്പോൾ ഇതുവരെ ഒരു ഇൻഷുറൻസ് ഇല്ല, എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ഞാൻ എപ്പോഴാണ് പ്ലാൻ ചെയ്ത് എപ്പോഴാണ് എടുക്കേണ്ടത്? സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻകം ഏൺ ചെയ്യുന്നതിൻ്റെ ആ പരിധി അനുസൃതമാക്കി ഒരാളുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഇൻഷുറൻസ് പോളിസികൾ 91 ഡേയ്സ് പ്രായമുള്ള കുട്ടികൾ തൊട്ട് 65 വരെ ഏജുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ പറ്റും. ഒരാൾക്കും അയാളുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാർ അവർ ഏണിംഗ് പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ് ഇൻഷുറൻസ് ബ്രോക്കർ കൊടുക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ അതിനുവേണ്ടി എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസേഴ്സ്, അതിനുവേണ്ടിയുള്ള ക്വാളിഫൈഡ് പേഴ്സൺസ്, ഇവരെല്ലാം IRD സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ സേവനം നമ്മളുടെ ഓഫീസ് വഴി കസ്റ്റമർക്ക് ലഭിക്കുന്നതാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻഷുറൻസിന് വേണ്ടി ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ഇൻഷുറൻസ് വേണോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത് മാറി ടെക്നോളജീസ് വളർന്നു, ഒരുപാട് ടെക്നോളജീസ് വളരെ രീതിയിൽ നമ്മുടെ AI ഉൾപ്പെടെ എല്ലാം വന്നു, നമ്മൾ വളർന്നു. അപ്പോൾ ഈ ഒരു ടെക്നോളജീസിൻ്റെ വളർച്ച ഈ ഇൻഷുറൻസ് ആസ് എ ബ്രോക്കർ ഇൻഷുറൻസ് കമ്പനിയിൽ എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജീസിൻ്റെ വളർച്ചയെ ബാധിക്കുന്നത്? ഇന്ന് നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് കസ്റ്റമർക്ക്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ്, ലൈഫ് ഇൻഷുറൻസ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സമയത്തിനാണ് കെയർ ഭാരതിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ നമ്മൾ പറയേണ്ടത്. നമ്മളെടുക്കുന്ന എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനികളാണ്. അവിടെയെല്ലാം പോളിസി എടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിരിക്കും. വൺസ് ഒരു ക്ലെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ക്ലെയിം വരുന്ന ഒരു സമയത്ത് കസ്റ്റമർ ഏറ്റവും അധികം പാനിക്കായിട്ട് ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കില്ല അവിടെ നിന്നുള്ള റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ലോക്കൽ ലെവലിലുള്ളൊരു ബ്രോക്കർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള വളരെയധികം കാര്യങ്ങളാണ്.
നമ്മൾക്ക് ഡയറക്റ്റ് കസ്റ്റമറിനെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ബിസിനസ് അഡ്വൈസേഴ്സ് കസ്റ്റമറുടെ വീടുകളിൽ ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന ക്ലെയിം വന്നു കഴിഞ്ഞാലുള്ള സർവീസുകൾ അവർ നേരിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തന്നെയുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, കസ്റ്റമർ കെയർ സപ്പോർട്ടുകൾ, ഇതെല്ലാം കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ഭയങ്കര സാധാരണപ്പെട്ട ഒരു ചോദ്യം, ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്ന ഇപ്പം ഒരാളാണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് എടുക്കണം, പക്ഷേ എടുക്കാനുള്ളൊരു ഭയമുണ്ട്. കാരണം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആകും, കറക്റ്റ് ഇൻഷുറൻസ് ആണോ കിട്ടുന്നത്, ക്ലെയിമിൻ്റെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു പേഴ്സൺ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരോട് എന്തായിരിക്കും സാറിന് പറയാനുള്ളത്? കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോർ ദാൻ 50 ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളെക്കുറിച്ച് നമ്മളുടെ അഡ്വൈസേഴ്സ് സർട്ടിഫൈ ചെയ്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരാൾക്കും അവർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പ്ലാൻ ഏതാണ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പോളിസി ഏതാണെന്നുള്ള കൃത്യമായ രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള 4-5 പ്രോഡക്റ്റുകളാണ് നമ്മൾ ഒരു കസ്റ്റമർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ 5 പ്രോഡക്റ്റുകളിൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതിനുള്ള എന്തൊക്കെയാണ് അതിനകത്തുള്ള നെഗറ്റീവുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവുകൾ, എന്തൊക്കെയാണ് വാല്യൂ അഡീഷൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർവീസാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു സംശയം, നമ്മുടെ വൈറ്റിലയിൽ എറണാകുളത്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് ഉള്ള ഒരാൾക്ക് ഇതൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, അവർക്കൊരു ക്ലെയിമോ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഇൻഷുറൻസ് വേണം, നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ അവരെ എങ്ങനെ വൈറ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പോൾ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കസ്റ്റമർക്ക് ഒരു പോളിസിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒരു ഫോണിൽ ഒരു ക്ലിക്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോളിസി കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മളുടെ ബ്രോക്കർ ക്വാളിഫൈഡ് ഉള്ള പേഴ്സൺസ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചുള്ള തമിഴ്നാട്, കർണാടക, അല്ലെങ്കിൽ ഗുജറാത്ത്, ഒറീസ, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു പോളിസി ആവശ്യമുണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം നമ്മുടെ ബ്രോക്കർ ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ട്. ഇവർ കൃത്യമായ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുകയും അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഓൺലൈൻ നമുക്ക് സർവീസ് ഉണ്ടാകും, ടോൾ ഫ്രീ നമ്പറുകളുണ്ടാകും. ഇതിൽ നിന്നെല്ലാം കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സാർ എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വന്നത്? സാറ് പണ്ടോട്ടെ ഇങ്ങനെ പ്ലാൻഡ് ആയിരുന്നോ, അതോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു സാറിൻ്റെ ആ ഒരു കരിയർ? ഇൻഷുറൻസ് ബ്രോക്കിങ്ങിലേക്ക് ഞാൻ കടന്നു വന്നത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളുടെ COVID-19 ശേഷമുള്ള ഇൻഷുറൻസിന് ഏറ്റവും പ്രാധാന്യം കൂടി വന്ന ഈ കാലഘട്ടത്തിൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസിൽ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് എൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലെ നാഷണൽ അക്കൗണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് ഒരു കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു കമ്പനിയുടെ മാത്രം പ്രോഡക്റ്റ് നമുക്ക് പോരാ എന്നും, അതേപോലെ തന്നെ ഡിഫറെൻ്റായ പ്രോഡക്റ്റുകൾ അല്ലെ ഡിഫറെൻ്റായ അഡ്വൈസുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വരികയും ആ രീതിയിലൂടെയാണ് ഞാൻ ഇൻഷുറൻസ് ബ്രോക്കിങ്ങിലേക്ക് കടന്നു വന്നത്. അതുപോലെ കടന്നു വന്ന എൻ്റെ കൂട്ടത്തിൽ അതായത് ഇൻഷുറൻസ് കമ്പനികളിൽ തന്നെ ജോലി ചെയ്ത എക്സ്പേർട്ടായിട്ടുള്ള 3 പേരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്, ഡയറക്ടേഴ്സായിട്ടുള്ളത്. ആ ഒരു ടീമാണ് കെയർ ഭാരത്. ആ ഒരു ടീമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ കെയർ ഭാരത് ബ്രോക്കേഴ്സിൻ്റെ, ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ എയിം അല്ലെങ്കിൽ വിഷൻ? നമ്മൾ കഴിഞ്ഞു പോയ 4 മാസങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ നമ്മുടെ പ്രസൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ പ്രസൻസ് ആക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ബ്രോക്കിംഗ് ത്രൂ നമ്മൾ ഇപ്പോൾ അറൗണ്ട് 3500 ഓളം ഏജൻറ്റിനെ അവർക്കൊരു ഇൻകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാർച്ച് 31 കൊണ്ട് തന്നെ നമ്മൾ 10,000 എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ പ്രസ്ഥാനം വഴി ഒരു 10,000-ഓളം ഏജൻറ്റുമാർക്ക് അഡീഷണലായിട്ടൊരു ഇൻകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളുടെ ഇതൊരു ബിസിനസ്സായിട്ട് മാത്രം കാണാതെ നമ്മൾ ഇത്രയും ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു പാർട്ട് ടൈം ജോലി എന്ന രീതിയിൽ അവർക്കൊരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. ലൈഫിൽ നമ്മളിങ്ങനെ കാണുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ഓരോ ആൾക്കാർക്ക് വയ്യാതെ അവർക്ക് ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ടില്ല.
ബട്ട് അവരിങ്ങനെ അവർക്ക് പൈസയ്ക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഓരോ പോസ്റ്റുകളും ഇതൊക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും നമുക്കൊരു ഇൻഷുറൻസ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവരുതെന്ന് നമ്മൾ ആലോചിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഇൻഷുറൻസ് അങ്ങനെ വേണം. നമുക്ക് ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് പൈസ എടുക്കാനില്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് വേണം. അവിടെയൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ ഇപ്പം നമ്മൾ ഏത് ഏജിൽ വേണം നമ്മൾ എടുത്ത് തുടങ്ങാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്? അല്ലെങ്കിൽ ഇപ്പോൾ സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴാണ് പ്രായം എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. സോ ഏത് ഏജിൽ വേണം നമ്മൾ എടുത്ത് തുടങ്ങാൻ? നമുക്ക് ഇപ്പോഴത്തെ പുതിയ പ്രോഡക്റ്റിൻ്റെ പോർട്ട്ഫോളിയോ അനുസരിച്ച് ഒരു കുട്ടി ജനിച്ചാൽ അന്നേരം മുതൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കൂടുതലായിട്ട് 65 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇൻഷുറൻസ് പോളിസിയിലുള്ള എലിജിബിലിറ്റി നോർമലി വരുന്നത്. ഈ ഒരു പീരീഡിൽ വരുന്ന ആർക്കും ഏത് സമയത്തും ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റും. പക്ഷേ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എപ്പോഴും അവർക്ക് ആവശ്യമില്ലാത്ത സമയത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ ഒരു പീരീഡിൽ എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് 100 വയസ്സ് വരെ അത് റിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് നമുക്ക് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കിട്ടാതെ വരും. അതെന്താ അങ്ങനെ കിട്ടാതെ വരുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനൊരു പല ക്ലയൻസ് അല്ലെങ്കിൽ പല പേഷ്യൻസും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ വരുന്നത്? നമ്മൾ ഇൻഷുറൻസ് ബ്രോക്കിംഗ് അല്ലെങ്കിൽ കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കിങ്ങിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണത്. അതായത് ഒരു പോളിസി ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ആ പോളിസി റിജക്ഷൻ ആവുന്ന ക്ലെയിം റിജക്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി. പ്രധാനമായിട്ടും നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു കസ്റ്റമറിന് പോളിസിയെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കെയർ ഭാരത് പ്രധാനമായിട്ടും നമ്മളിതിൽ ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കസ്റ്റമർക്ക് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിസിയിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും കസ്റ്റമർ അത് പറയാതെ അല്ലെങ്കിൽ കസ്റ്റമറുടെ അറിവില്ലാതെ കൊണ്ട് അത് മെൻഷൻ ചെയ്യാതെ വരുമ്പോഴാണ് പ്രധാനമായിട്ടൊരു പോളിസി ക്ലെയിം റിജക്ഷൻ ഉണ്ടാകുന്നത്. ഒരു പോളിസി എടുക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അവരെ അതിനുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പോളിസിയുടെ ക്ലെയിം വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലെയിം സർവീസ് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇതിലുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് ഫിസിക്കലി പോളിസി എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു തീർച്ചയായിട്ടും പോളിസി കെയർ ഭാരത് എടുത്തു തരാം. തീർച്ചയായിട്ടും. ഈ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് അതിൻ്റെ പ്രപ്പോസൽ ഫോം എന്ന് പറയുന്നത്. ആ പ്രപ്പോസൽ ഫോമിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒട്ടും വറിയിടാവുന്നില്ല. ആ ഒരു ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ എക്സ്പേർട്ടായിട്ടുള്ള ടീം അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർവീസാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോൺ പേ എടുത്താലും ഗൂഗിൾ പേ എടുത്താലും അതിനകത്ത് എല്ലായിടത്തും ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ പല ആഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് നിൽക്കുന്നത്? കെയർ ഭാരതും ഇതേപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നിന്നും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഓൺലൈനായിട്ട് എടുക്കുന്ന ഓരോ പോളിസിക്കും ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിസിക്കൽ സപ്പോർട്ടായിരിക്കില്ല, ഒരു വിർച്വൽ സപ്പോർട്ട് മാത്രമായിരിക്കും. കെയർ ഭാരത് ത്രൂ വരുന്ന ഓരോ ക്ലെയിമുകൾക്കും നമ്മളുടെ എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസേഴ്സ് ഉണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും അഡ്വൈസേഴ്സ് അവൈലബിൾ ആണ്. അവർ കൃത്യമായി കസ്റ്റമറിനെ വിസിറ്റ് ചെയ്യുകയും കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ സർവീസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സാർ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് നിങ്ങൾ ഫ്രണ്ട്സ് ഈ ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങനൊരു കമ്പനി തുടങ്ങാൻ പെട്ടെന്നൊരു റീസൺ എന്തായിരുന്നു? ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ് മാത്രമായിട്ടല്ല, അതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഫെബ്രുവരി 4 ഇൻ്റർനാഷണൽ ക്യാൻസർ ഡേ ആയിരുന്നു. ഈ ദിവസം ഞങ്ങൾ ടോട്ടലായിട്ട് സെല്ല് ചെയ്ത ഇൻഷുറൻസ് ക്യാൻസർ കെയർ പോളിസി എന്ന് പറയുന്നത് 25,000 മുകളിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ പൗച്ചിന് നമ്മൾ 1000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ആൾക്കാർ ഒരു ക്യാൻസർ കെയർ പോളിസി എടുത്തിട്ടുണ്ടാകും? ക്യാൻസർ കെയർ പോളിസിയുടെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രീമിയം എന്ന് പറയുന്ന 1000 രൂപ മുതൽ 2000 രൂപ വരെ മാത്രമേ വരുന്നുള്ളൂ. 10 lakhs ഇൻഷുറൻസ് കവറേജ് വേണ്ടി വരികയാണ്. ഒരു ക്യാൻസർ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെ എല്ലാ സേവിങ്സും നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന എല്ലാ സേവിങ്സും നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുകയാണ് ചെയ്യുന്നത്.
ക്യാൻസർ പോലുള്ള അസുഖത്തിൻ്റെ മറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ട്രീറ്റ് ചെയ്തതിന് ശേഷവും ഈ പേഷ്യൻറ്റ് നമ്മളെ വിട്ടുപിരിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇതേപോലുള്ള പ്രത്യേക തരത്തിലുള്ള പോളിസികൾ നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇപ്പം 4000-ലധികം ആൾക്കാർ ഏജൻസിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പം ഇനിയും നമുക്ക് ഇതേപോലെ ഇപ്പം എനിക്കൊരു ഏജൻറ്റ് ആവണം, എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ഒരു ജോലി ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ പോയിൻ്റ് ഓഫ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാനായിട്ട് 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അവർക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമായിട്ടുള്ളൂ. അവർക്ക് വേണ്ടുന്ന റെഫറൻസ് ഇല്ല, ഒരു കാര്യം അല്ല, ഈ ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. 18 to 65 ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയാവും. ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതുള്ള ആൾക്കാർക്ക് നമ്മൾ 7 ഡേയ്സിൻ്റെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. 7 ദിവസത്തെ ട്രെയിനിങ് കഴിയുന്നതിനോട് അവർ IRDAയുടെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി എക്യുപ്ഡ് ആവും. വൺസ് എക്സാമിനേഷൻ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലുള്ള ഏത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എഴുതുന്ന ഓരോ POSും അതിനുള്ള അവരുടെ കഴിവ് തെളിയിക്കണം. അത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കിതൊരു അഡീഷണൽ ഇൻകമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നോർമലി 4000-ന് മുകളിൽ ഇൻഷുറൻസിൻ്റെ POSP ഇപ്പം നമ്മളുടെ കയ്യിലുണ്ട്. അടുത്ത മാർച്ച് 30 കൊണ്ട് നമ്മളിത് 10,000 പേരിലേക്ക് എത്താനാണ് തീരുമാനിക്കുന്നത്. അതായത് 10,000 ആൾക്കാർക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു അഡീഷണൽ ഇൻകം ആയിട്ട് എനിക്ക് കെയർ ഭാരതി വന്ന് ഏജൻ്റ് ആവാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മുടെ POS എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് 18 വയസ്സ് തൊട്ട് 65 വയസ്സ് ആർക്കും അതിനകത്ത് ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. അതായത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം പ്രധാനമായിട്ടും സർവീസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ജനസേവന കേന്ദ്രം, അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഏതൊരു പ്രസ്ഥാനങ്ങൾക്കും അവർക്ക് അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ നമ്മുടെ പോയിൻ്റ് ഓഫ് സെയിൽസ് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ വരുന്ന ഫോർമാലിറ്റികൾ വളരെ കുറവാണ്. അതായത് അവർക്ക് ഒരു 3 or 4 ഡേയ്സ് കൊണ്ട് തന്നെ അതിൻ്റെ ഏജൻസിയുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുകയും നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇൻകം എന്നതിനുപരിയായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഏതുവിധ പ്രോഡക്റ്റുകളും ഇവർക്ക് ഈ ഒരു കോഡിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ഫാമിലിയിൽ കൂടിപ്പോയി 4-5 പേര്, ഇത്രയും പേർക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തു. അത് നിങ്ങളുടെ കെയർ ഭാരതിയിൽ വന്ന് ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തെന്ന് കൂട്ടിക്കോ. പക്ഷെ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കമ്പനിയിൽ വലിയ കോർപ്പറേറ്റ് കമ്പനീസിൽ എല്ലാ എംപ്ലോയീസിനും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വലിയ കമ്പനീസിൽ നിന്ന് അങ്ങനെ ഒരു എൻക്വയറി വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ? അതിലെന്തെങ്കിലും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇൻഷുറൻസിൽ? ഇൻഷുറൻസ് പ്രധാനമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിലൊരു കൺസെപ്റ്റാണ് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾക്കുള്ള ഫയർ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഡിഫറെൻ്റായ കുറേയധികം ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. ഒരു വലിയൊരു 10 എംപ്ലോയീസിന് മുകളിലുള്ള ഏതൊരു സ്ഥാപനത്തിനും ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നതാണ്. അതിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റി, അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടാതെ നമ്മൾ, അതായത് ചെറിയ പ്രീമിയത്തിന് ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഈ ടേം ഇൻഷുറൻസ് പ്ലാനിൽ നിന്ന് നോമിനലായിട്ടുള്ള പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ. ആ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇൻഷുറൻസ് കവറേജിലുള്ള പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇത് അറിവില്ലായ്മ കൊണ്ടാണ് അവർ അപ്ലൈ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെക്കുറിച്ച് നമ്മുടെ എക്സ്പേർട്ട് ടീം കസ്റ്റമർക്ക് ഏറ്റവും നല്ല അഡ്വൈസ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 100 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, അവർക്ക് ആ ഓർഗനൈസേഷൻ്റെ ഫുള്ളായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും, അതായത് അവരുടെ സിസ്റ്റം, അല്ലെങ്കിൽ അവിടുത്തെ ബിൽഡിങ്, അതിൻ്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, അവിടെയുള്ള ഫുൾ റിസോഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ആ പൂച്ചക്കുട്ടിയുടെ ഇൻഷുറൻസ്, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ, നമുക്കൊരു വാല്യുബിളായിട്ടൊരു പേന ഉണ്ടെങ്കിൽ ആ പേന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കാവുന്നതാണ്. നമ്മളത് ചെയ്യാത്ത പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്ത എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. അപ്പം ഏതൊരു വാല്യുബിൾ ഐറ്റംസിനും ഇൻഷുറൻസ് കവറേജ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഫോർ എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് സാർ ഒന്ന് പെട്ടെന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
കെയർ ഭാരത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ ടാഗ് ലൈൻ എന്ന് തന്നെ പറയുന്നത് ബിൽഡിംഗ് എ സെക്യൂർ നേഷനാണ്. അതായത് നമ്മുടെ നേഷൻ്റെ ഓരോ സിറ്റിസണും അവർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പരിരക്ഷ സ്വയം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അതിലുള്ള ഓരോ പൗരന്മാരുടെയും സുരക്ഷിതമായ ജീവിതമാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നാളുകൾ നമുക്ക് സുരക്ഷിതമാക്കണം. മനസ്സമാധാനത്തോടെയുള്ള നമ്മുടെ ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സെക്യൂർ ആയിരിക്കണം. ഓരോ വ്യക്തികളും അവരുടെ ലൈഫ്, അവരുടെ ജീവിതം കൃത്യമായ രീതിയിൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഗൈഡൻസും അവെയർനെസ്സും ഏത് പോളിസി എടുക്കണമെന്നുള്ള രീതിയിലുള്ള എല്ലാവിധ സർവീസുകളും കെയർ ഭാരതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസേഴ്സ് തരാൻ ഒരുക്കമാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിനും കെയർ ഭാരതുമായി ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള എല്ലാവിധ ഇൻഷുറൻസ് സൊല്യൂഷൻസും ഞങ്ങളുടെ കൈകളിൽ അവൈലബിളാണ്. ഓക്കെ, എന്തായാലും ഇത്രയും സമയം നമ്മുടെ പോയിരുന്ന് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസും എന്താണ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്നുള്ള ക്ലാരിഫിക്കേഷൻ തന്നതിൽ ഒരുപാട് നന്ദി. കെയർ ഭാരത് ഇനിയും എന്താ പറയുക, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒട്ടാകെ വളരട്ടെ, ഇന്ത്യ ഒട്ടാകെ ഒരുപാട് എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുക്കട്ടെ, അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് വലിയൊരു സക്സസ്സിലേക്ക് എത്തട്ടെ. സോ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഇരുന്ന് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം.